കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സർക്കാരിന് വീണ്ടും മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതി. പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട് സിബിഐയുടെ അപേക്ഷ പുനഃപരിശോധിക്കണമെന്ന ഉത്തരവ് പാലിക്കാനാണ് നിർദ്ദേശം. അല്ലാത്തപക്ഷം വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെതിരെ വീണ്ടും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് ഹൈക്കോടതി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സിബിഐയുടെ പ്രോസിക്യൂഷൻ അനുമതി അപേക്ഷ പുനഃപരിശോധിക്കണമെന്ന ഉത്തരവ് നടപ്പിലാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം. സിബിഐയുടെ അപേക്ഷ വീണ്ടും പരിഗണിക്കണമെന്ന ഉത്തരവിന് ഡിവിഷൻ ബെഞ്ചിൽ സ്റ്റേ ഇല്ലെന്ന് സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. നേരിട്ട് ഹാജരാകുന്നതിൽ മാത്രമാണ് വ്യവസായ വകുപ്പ് സെക്രട്ടറിക്ക് ഇളവ് അനുവദിച്ചത്. അതിനാൽ ജൂൺ 19-നകം കോടതി ഉത്തരവ് പാലിച്ച് നടപടി സ്വീകരിക്കണമെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ കർശന നിർദ്ദേശം നൽകി. അല്ലാത്ത പക്ഷം രണ്ടാമതും കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കും. തനിക്കെതിരായ കോടതിയലക്ഷ്യ നടപടിക്കെതിരെ വ്യവസായ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC നേതാവ് R ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മൂന്നാം തവണയും അനുമതി നിഷേധിച്ചതോടെയാണ് മുഹമ്മദ് ഹനീഷിനെതിരെ കോടതിയലക്ഷ്യ നടപടി സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. 2006-2015 കാലയളവിൽ വിദേശത്തു നിന്നും അസംസ്കൃത കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നതാണ് കേസ്. ജനം, കൊച്ചി.